മരണപ്പെട്ടവരെ നാം ജീവിപ്പിക്കും. അഥവാ മരണത്തോടുകൂടി എന്ത് ചെയ്യുന്നില്ല, അവസാനിക്കുന്നില്ല. അതുമാത്രമല്ല, ഈ ദുനിയാവിൽ ഈ ജീവിതത്തിൽ നാം ചെയ്യുന്നതൊക്കെ അള്ളാഹു രേഖപ്പെടുത്തുകയും ചെയ്യും. നമ്മൾ ചെയ്തതും വആസാറഹും, നാം ബാക്കി വെച്ചതും. അവിടെ കുറച്ച് ആലോചിക്കേണ്ട. നമ്മൾ സാധാരണ രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് പറഞ്ഞത് 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ്. അത്രയും വർഷം ഭൂമിയിൽ ജീവിച്ചിട്ട് 2 വിഭാഗം ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. ഒരു വിഭാഗം ജീവിച്ചു, എല്ലാ സുഖസൗകര്യത്തോടെയും ജീവിച്ചു, മരണപ്പെട്ടു. മരണത്തോടുകൂടി അവർ വിസ്മരിക്കപ്പെട്ടു. പിന്നെ ആരും അവരെക്കുറിച്ച് ഓർക്കുന്നില്ല, അവരെക്കുറിച്ച് പറയുന്നില്ല, അവർ ചർച്ചയില്ല. 2 ആഴ്ച കുടുംബക്കാർ ചെറിയ വേദന ഉണ്ടാവും, പരസ്പരം സംസാരിക്കും. പിന്നെ അങ്ങോട്ട് കുടുംബക്കാരും മറന്നു, മക്കളും മറന്നു, ഭാര്യയും മറന്നു, ജ്യേഷ്ഠാഞ്ചന്മാരും മറന്നു, നാട്ടുകാർ മറന്നു. പിന്നെ എപ്പോഴെങ്കിലും അവരെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞാലായി. അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. മറ്റേ വിഭാഗം ആൾക്കാർ ജീവിച്ചു, അവർ മരണപ്പെട്ടു, പക്ഷേ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ അവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരെ സംബന്ധിച്ച് എല്ലാവരും പറയും, അവർക്ക് വേണ്ടി ദുആ ചെയ്യും, അവരുടെ നന്മകൾ ഓർക്കും. മക്കളെ, അവരുടെ നന്മകൾ ചെറിയ ചെറിയ മക്കൾക്ക് അവരെ സംബന്ധിച്ച് പഠിപ്പിക്കപ്പെടും. അങ്ങനെ ജീവിച്ച് മരിച്ച ചില ആൾക്കാരുണ്ട്. അതാണ് വആസാറഹും, അവർ ബാക്കി വെച്ചതും അള്ളാഹു രേഖപ്പെടുത്തും. അവിടെ പ്രിയമുള്ളവരെ, നമ്മൾ മരണപ്പെടുന്നതിൻ്റെ മുമ്പ് എന്തെങ്കിലും ഒന്ന് ബാക്കിയാക്കണം. എനിക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇത്രയും വർഷം ജീവിച്ച് ഇങ്ങനെ എന്തൊക്കെയോ അമലുകൾ ചെയ്ത്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, മരണത്തോടുകൂടി ഒന്നും എല്ലാം അവസാനിക്കുന്ന രീതിയിലാണെങ്കിൽ ദീനിന് വേണ്ടി ഒന്നും പണിയെടുത്തില്ല, ആഖിറത്തിന് വേണ്ടി ഒന്നും പണിയെടുത്ത് വെച്ചില്ല, അതോടുകൂടി അവസാനിക്കുന്നുണ്ടെങ്കിൽ ആ ജീവിതത്തിൽ അർത്ഥമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, മുൻകാല സമുദായത്തിൽ ഇപ്പം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇമാമാണ്, വലിയ മുഹദ്ദിസാണ്, ഫഖീഹാണ്. അദ്ദേഹം വഫാത്തായത്, ജനിച്ചത് ഹിജറ 150-ലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തേക്ക് ഹിജ്റ വന്നിട്ട് 150 വർഷം കഴിഞ്ഞിട്ടാണ് ഇമാം ഷാഫിഈ ജനിക്കുന്നത് ഹിജാസിൽ. വഫാത്താകുന്നത് ഹിജ്റ 204. എത്ര വർഷം ജീവിച്ചു? 54 വർഷം. ഹിജ്റ 204 വഫാത്തായി. ഇന്ന് ഹിജ്റ എത്രയാ? 46-47. അത്രയും വർഷം കഴിഞ്ഞിട്ടും നമ്മൾ ചെറിയ മക്കൾക്ക് പോലും ഇമാം ഷാഫിഈനെ അറിയാം, അല്ലേ? നമ്മൾ പെണ്ണുങ്ങൾക്കറിയാം, നമ്മളെ വയസ്സന്മാർക്കറിയാം, എല്ലാവർക്കും അറിയാം ഇമാം ഷാഫിഈ റഹിമഹുല്ലാ. നമ്മളെപ്പോഴും ദുആ ചെയ്യാൻ, ആ പേര് പറയുമ്പോൾ അതിൻ്റെ കൂടെ ദുആ ചെയ്യാൻ അദ്ദേഹം ബാക്കിയാക്കിയിട്ട് പോയി. അതാണ് വആസാറഹും, നമ്മുടെ ആസാറുകൾ രേഖപ്പെടുത്തും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, അദ്ദേഹം ജനിച്ചത് ഹിജ്റ 170-ലാണ്. 170 വഫാത്തായത് ഹിജ്റ 250 വർഷം.